അറിയത്തില്ല. നമ്മൾ ഷോയിൽ കേട്ട കാര്യം ഇവിടെ മെൻഷൻ ചെയ്തു എന്ന് മാത്രം. പിന്നെ ഈ അനുമോൾക്ക് മാത്രമല്ല അവിടെ PR ഉള്ളത്. എല്ലാവർക്കും, എല്ലാ കണ്ടസ്റ്റൻസിനും അവരവരുടേതായിട്ടുള്ള PRകളുണ്ട്. കാരണം നമ്മുടെ മുമ്പിലേക്ക് ഓൾമോസ്റ്റ് എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും വീഡിയോസുകൾ സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇവർക്ക് എല്ലാവർക്കും PR ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ PR കൊടുത്തു എന്ന് വിചാരിച്ചതൊരു വലിയ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. അതായത് ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. മറ്റൊരാൾക്ക് ചിലപ്പം മാറി ചിന്തിക്കാനുള്ളൊരു അവസരം ഉണ്ടായിരിക്കും. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് ദിവസം മുമ്പ് ലാലേട്ടൻ വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ എപ്പിസോഡ് വരുന്നതിന് മുമ്പുള്ള സ്പോയിലർ, മനസ്സിലായോ? ഷോ അവിടെ ഷൂട്ട് നടക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ എന്താണ് ചിന്തിക്കുന്നതെന്ന് വരെ ആര് വന്ന് പറയാറുണ്ട്? ഒരുപാട് യൂട്യൂബ് റിവ്യൂസേഴ്സ് വന്ന് പറയാറുണ്ട്. അത് ആരാണ് പറയുന്നതെന്ന് വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം. ഞാനിപ്പോൾ അവരുടെ പേര് മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയൊരു കാര്യമല്ല. സത്യം പറഞ്ഞാൽ ഇത് ഷോ തുടങ്ങുന്ന ആ സമയം മുതൽ ഇതേപോലെ എന്ത് നടക്കുന്നു, ആരൊക്കെയാണ് ഔട്ടാകുന്നത്, എന്തൊക്കെയാണ് ഗെയിമുകൾ വരുന്നത്, ആർക്കൊക്കെയാണ് പണിഷ്മെൻറ്റ് വരുന്നത്, ഇതെല്ലാം ഈ സീസണുകളിലെല്ലാം തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ അത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഔട്ടാകുന്നത് എങ്ങനെയാണ്? ബിഗ് ബോസ് ടീമിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം ഔട്ടാകുന്നത്. മെയിനായിട്ടൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത്, ഇത് ഓഡിയൻസായിട്ട് കയറുമല്ലോ. ഓഡിയൻസായിട്ട് കയറുമ്പോഴത്തേക്കിനും മേ ബി അവരിൽ നിന്നും കുറച്ച് കാര്യങ്ങളൊക്കെ ലീക്കാവും. ഒന്നെങ്കിൽ ഈ ഓഡിയൻസിനെല്ലാം ഷോ ടെലികാസ്റ്റ് കഴിയുന്നവരെ അവരെ പുറത്ത് വിടാൻ അനുവദിക്കാതിരിക്കുക. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ ടീമുകളിൽ നിന്ന് തന്നെയായിരിക്കും ഇത് ലീക്കായിട്ടുണ്ടാവുക. അപ്പോൾ ഇത് ഈ റിവ്യൂ ചെയ്യുന്നവരെ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഇത് ഔട്ടാകുന്ന എവിടെ നിന്നാണ്? നിങ്ങളുടെ സ്റ്റുഡിയോയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഔട്ടാകുന്നത്. മനസ്സിലായോ? അപ്പം ഇതെല്ലാ സീസണിലും ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുണ്ടെങ്കിലും ഈ പ്രാവശ്യം മാത്രമാണ് ഇതൊരു പബ്ലിക് ടോക്ക് ആവുകയും ലാലേട്ടൻ വന്ന് 1-2 എപ്പിസോഡുകൾ ഇത് ഡയറക്റ്റായിട്ട് പറയുകയും ചെയ്തിട്ടുള്ളത്. ഇത് തുടക്കം മുതലേ ഈ ഒരു ഇവരിതേപോലെ സ്പോയിലർ പറയുന്നു എന്ന് സ്റ്റോപ്പ് ചെയ്യിക്കാൻ നിങ്ങൾ മുൻകൈ എടുത്തിരുന്നെങ്കിൽ ഇത്രത്തോളം ഒരു ഇതിലേക്ക് വരത്തില്ല. കാരണം റിവ്യൂവേഴ്സ് അവർ സ്പോയിലർ പറയുന്നു, എന്നാൽ അവർക്കെതിരെ യാതൊരു ആക്ഷനും വരുന്നില്ല. അപ്പോൾ അവരെന്ത് വിചാരിക്കും? ഓക്കെ, ഇത് ഇവർക്ക് പ്രശ്നമില്ല. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന അത്രയും കോടികൾ മുടക്കി ചെയ്യുന്നൊരു ഷോയാണ്. അപ്പോൾ അത് ഒരു യൂട്യൂബർ വന്നിട്ടിരുന്ന് അവരുടെ എന്താ പറയുക, ഷോയുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് പിന്നെ ഷോ ഇത്രയും വലിയൊരു പൈസ മുടക്കിയ ഒരു ഷോ നടത്തുന്നത് എന്തിനാണ്? അപ്പോൾ നിങ്ങളിത് ചെയ്യേണ്ടിയിരുന്നത്, ഇത് തുടക്കം മുതൽ, ഇത് എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്തത് ആ സമയം മുതൽ നിങ്ങൾ ഇത് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിരുന്നു. മനസ്സിലായോ? അപ്പോൾ ഇത്രയും ഇത് വലിച്ചു നീട്ടിക്കൊണ്ട് പോകേണ്ട ഒരാവശ്യമില്ലായിരുന്നു. അപ്പോൾ ഇതാണ് എനിക്ക് ഈ PR വർക്കിനെ കുറിച്ചും അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന സ്പോയിലറിനെ കുറിച്ചുമുള്ള എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ ഇനി നമുക്ക് കാണാം. ഇപ്പം റിവ്യൂസൊക്കെ ഇട്ടുകൊണ്ടിരുന്ന ആൾക്കാർ വന്ന് മാപ്പ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇനി ഒരിക്കലും അത് ചെയ്യത്തില്ല, ചെയ്തത് തെറ്റായിപ്പോയി, എനിക്കത് അറിയില്ലായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത്രയും വലിയൊരു ചാനൽ നടത്തുന്ന